ഇന്ന് സംഘടനകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് അറബി കോളേജിന്റെ അനാഥ മന്ദിരങ്ങളുടെ അവസ്ഥ എന്താണ്? ഇഖ്ലാസുള്ള പടച്ചോട് പേടിയുള്ളവരെല്ലാം നടത്തുന്നതെങ്കിൽ വല്ലാത്ത അപകടം തന്നെ. നിന്റെ നരകത്തിന് പിന്നെ വേറെങ്ങും പോണ്ട. പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്നു കൊണ്ട് ജമാഅത്തിന്റെ വകയുള്ള പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് രജിസ്റ്റർ ബുക്ക് വരയിട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ 9 വയസ്സുള്ള മോള് ഓടി വരുന്ന ഉപ്പാ, പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ടുവരുമ്പോ പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്ന് പൊതുമുതൽ ഉപയോഗിച്ച് വാങ്ങിയ പള്ളിയുടെ പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് 9 വയസ്സുകാരിയാറ് പൊന്നുമോളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് നീ ഒരു വര ഇങ്ങനെ ഒപ്പായിട്ടിട്ട് കൊടുത്താ നിനക്ക് നരകം നിർബന്ധമാണ്. ഇത് കളിയല്ല മോനെ, ഇത് തമാശയല്ല. പള്ളിയുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന വ്യാപാരികന്മാരുടെ കൈകളിലല്ലേ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക പള്ളികളും സ്ഥിതി ചെയ്യുന്നത്. ഇമാമിങ്ങൾക്ക് വല്ലതും മിണ്ടാൻ പറ്റോ? മിണ്ടിയാലും തല പോയില്ലേ. കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ പെൺവാണിഭത്തിന്റെ നോട്ടീസ് അടിച്ചിറക്കി ഏത് പള്ളിയിലും പാവപ്പെട്ട ഉസ്താദ് പോയിരുന്നാലും പാരയും ഫിത്തനയുമായിട്ട് ആളെ വിട്ടുകൊണ്ട് ലോകത്തൊരുപാട് പ്രശ്നമുണ്ടാക്കുന്ന പണപ്പൊതിയന്മാരെ, ഒരു ഉസ്താദിന് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉസ്താദിന് നല്ലതുപോലെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പലിശക്കെതിരെ പ്രസംഗിക്കാൻ പറ്റോ? അങ്ങനെ പ്രസംഗിച്ചാൽ പലിശ ഹറാമാണ്, അവര് നരകത്തിന്റെ തീയാണെന്ന് പ്രസംഗിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ വന്ന ഒരാൾ എഴുന്നേറ്റ് പറയും, പൊതിയോ ഉണ്ടായിരിക്കും, ആരും പോവരുത്, എന്താ പിരിച്ചുവിടാൻ ഖത്തം പോകയാ മതി. അതെ, നല്ല സ്വരം രാഗം ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ശരിയാവില്ല. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാലോ പല പ്രാവശ്യവും കടയിൽ മുണ്ടിട്ട് ഓടിപ്പോയി ചെറുപ്പക്കാർ പിടിച്ച് പൂമ്പുളക്ക് ഇടി കൊടുത്ത ആളായിരിക്കും അവിടുത്തെ കമ്മിറ്റിയിലെ മെയിൻ ആള്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവര് വിചാരിക്കും ഇത് ഇവര് പണി കൊടുത്ത് പറയിപ്പിക്കുന്നതാ, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോകരുത്. അപ്പോഴും പണി വിചാരിക്കുന്നത് എത്ര സ്ഥലത്ത് ഇതൊന്നും പറയാതിരിക്കാൻ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന 3000 രൂപ ശമ്പളം വാങ്ങുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അല്ലാന്റെ കോടതിയുണ്ട് പോലെ വാക്കവിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവരമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് വിവരമുള്ളവർ തെറ്റ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്നത്. പ്രവാചകന്മാരല്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് തെറ്റ് ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. ഉസ്താദിന്റെ മഖാമിൽ മുമ്പിലിരുന്ന് യാസീനോദി ഞാനും എന്റെ സുഹൃത്തുക്കളും ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരിക്കലും ഇഖ്ലാസില്ലാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, നിങ്ങൾ ആരെയും അടച്ചേഷിക്കാനല്ല, നിങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. അള്ളാന്റെ കോടതി മറക്കല്ലേ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോ പലിശക്കാരന്റെ തലോടൽ കാണൂല്ല, വ്യഭിചാരിയുടെ സന്തോഷം കാണൂല്ല, അതേ രാജീയ മേലാളന്മാരുടെ താങ്ങലും തടവലും കാണൂല. ഒറ്റയ്ക്കാണ് മോനെ, ഒറ്റയ്ക്കാണ് മോനെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അനാഥ മക്കളെ തൊട്ടുള്ള കളി വേണ്ട. യതീമക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കണേ. ഒരനാഥ പെൺകുട്ടിയുടെ കല്യാണം എന്നറിഞ്ഞാൽ, വാപ്പയില്ലാതെ വളർന്ന പൊന്നുമോൾ എനിക്കാണെന്നറിഞ്ഞാ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണേ. അതിനല്ലാന്റെ മുന്നിൽ വല്ലാത്ത കൂലിയാണ്, അതൊരിക്കലും പാഴായി പോവില്ല. കഴിവിന്റെ പരമാവധി അനാഥ മക്കളെ സ്നേഹിക്കാൻ പറ്റോ, സന്തോഷിപ്പിക്കാൻ പറ്റോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അവിടെ വിവാഹത്തിന് സഹായിക്കാൻ പറ്റോ, അത് വല്ലാത്ത സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ വാപ്പയില്ലാത്ത മക്കള് ഇപ്പൊ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടാവും. ശരിയാണ് സാറേ, വാപ്പ
മരിക്കുമ്പോഴാണ് വാപ്പാടെ വിലയെറിയുന്നത്. ഏറ്റവും വലിയ യതീമായി ദുനിയാവിൽ ജീവിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് നബിയുടെ വസിയത്തും വഫാത്തും എന്ന് പറയുന്ന മദീനത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇവിടെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റസൂലുള്ള ചെയ്യുന്ന ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്തിൽ ഒന്നെന്താ, അനവക്കാഫിറുൽ യതീമി ഹകദാ ഫിൽ ജന്ന. മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഈ രണ്ടു വിരലുപോലെ ചേർന്നിരിക്കും സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അനാഥ മക്കൾ അത്രത്തോളം പൊട്ടിക്കരയുന്നത് കൊണ്ടാണ്, അനാഥ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വേദനിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കയറുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്ന കലണ്ടർ കൊണ്ടുവരുന്ന, രസീതും കൊണ്ടുവരുന്ന യതീമക്കളെ ആക്ഷേപിക്കല്ലേ. കൊടുക്കാനൊന്നുമില്ലെങ്കിലും പറഞ്ഞു വിട്ടോ, അല്ലാതെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുവിടല്ലേ. ഒരനാഥ കുഞ്ഞ് നമ്മൾ കാരണമായി കരഞ്ഞ് ആ കണ്ണുനീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണ രക്ഷയില്ല മുസ്ലിമേ. അനാഥരാകുമ്പോഴാണ് അതിന്റെ സങ്കടം നിങ്ങൾക്കറിയുന്നത്. നിങ്ങളെ സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളില്ലാതെ ജീവിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്റെ മടുത്തട്ടിലിരിക്കുന്ന 4 വയസ്സുകാർ, നിന്റെ മടുത്തട്ടിലിരിക്കുന്ന 3 വയസ്സുകാര്, നിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത 10 വയസ്സുകാര്, നീ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പെരുന്നാളിനൊരു ഷർട്ട് വാങ്ങിക്കൊടുക്കാൻ ആരാ ഉള്ളത്? പെരുന്നാളിനൊരു നേരത്തെ ബിരിയാണി കൊടുക്കാൻ ആരാ ഉള്ളത്? എന്റെ വാപ്പച്ചിയുണ്ടായിരുന്നെങ്കിലും പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കറിയുന്ന രംഗം അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു പിതാവാണ്, 3 മക്കളുടെ ഉപ്പയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സരസ്വതും തോന്നു കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത എപ്പോഴും വരാറുണ്ട്. അത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. പാതിരാ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം കണ്ട് മൃഗങ്ങളെ പോലെ മലർന്നു കിടന്നിറങ്ങിയാ പോരെ മോനെ. കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും സമയം ചെലവഴിച്ചാ പോരെ മോനെ. ചൂട് മാറുന്നതിന് മുമ്പ് റിലീസാകുന്ന പടം കാണാൻ പോയി ആ തിയേറ്ററിന്റെ മുമ്പിൽ പോയി മുദ്രാവാക്യം മുഴക്കുന്നത് ആണത്വമാണെന്ന് കരുതുന്ന മടിയന്മാരെ ആലോചിക്കുപോലെ എത്രയോ പേരെ അള്ളാഹു കിടപ്പിക്കളന്നില്ലേ, എത്രയോ പേരെ പച്ചമണ്ണിന്റെ കപ്പേക്ക് അള്ളാഹു മണ്ണിട്ട് മൂടിയില്ലേ. എന്നിട്ട് തടവയുടെ കുട്ടിപ്പുറത്ത് ഈ വാല് കേൾക്കാൻ വരാ ഇത്രത്തോളം യുവാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് തന്നില്ലേ. 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവൂല മോനെ. അതുകൊണ്ട് എന്നും ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവട്ടെ. തീർന്നില്ല എന്റെ സഹോദരങ്ങള്, നമ്മുടെ മക്കള് നമ്മളില്ലെങ്കിൽ എങ്ങനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ, ഉപ്പാന്ന് വിളിക്കുമ്പോ, ഉമ്മാന്ന് വിളിക്കുമ്പോ, രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുന്നു. വാപ്പച്ചു കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാൻ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന് വയ്യത്ത് കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങളൊരു പക്ഷേ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ അനാഥ മക്കളെ സഹായിക്കാ ഒരു കനിവ് വന്നാൽ, ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചില്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറം ശരീഫിൽ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നപ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലയോ അബ്ദുല്ലാഹ്, നിങ്ങൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല.
നിങ്ങൾ ചെയ്ത ഹജ്ജെന്നല്ല, നിങ്ങളുടെ കൂടെ ചെയ്ത ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 3 പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത്. ചാടി എഴുന്നേറ്റു, വീണ്ടും കിടന്നുറങ്ങി. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അബ്ദുല്ലാഹ്. ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡമസ്കസിലെ